ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ട്രാൻസ്പോസ് എന്താ? ട്രാൻസ്പോസ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ റോസിനെ എല്ലാം നമ്മൾ കോളംസ് ആക്കും, റോസിനെ എല്ലാം നമ്മൾ കോളംസ് ആക്കും, കോളംസിനെ എല്ലാം റോസ് ആക്കും, റോസിനെ കോളംസും കോളംസിനെ റോസും ആക്കി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എ, ഇപ്പൊ മെട്രിക്സ് എ ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. എ ട്രാൻസ്പോസിന് നമുക്ക് എ ടി എന്നും റെപ്രസെന്റ് ചെയ്യാം, എ ഡാഷ് എന്നും റെപ്രസെന്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എ ഡാഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എ ഡാഷ് ഫോളോ ചെയ്യുക. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പൊ നമുക്കൊരു മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 2 3 4 5 6 7 8 9 ആണല്ലോ. ഇതിനെ എ ട്രാൻസ്പോസ് ആക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ റോസ് കോളംസ് ആക്കുക, അല്ലെങ്കിൽ കോളംസ് റോസ് ആക്കുക. അപ്പൊ റോ കോളം ആക്കാനാണ് എളുപ്പം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ റോ എന്താ? 1 2 3 അല്ലേ? ആദ്യത്തെ റോ 1 2 3 അല്ലേ? മുംതാസ് വീഡിയോ, ആദ്യത്തെ റോ 1 2 3 അല്ലേ? ഇതിന് നമ്മൾ ആദ്യത്തെ കോളം ആയിട്ട് അങ്ങ് എഴുതും. 1 2 3. ആദ്യത്തെ റോയിനെ പിടിച്ച് ആദ്യത്തെ കോളം ആക്കി. ഇനി രണ്ടാമത്തെ റോ 4 5 6 അല്ലേ? രണ്ടാമത്തെ റോ 4 5 6 അല്ലേ? ഇതിനെ നമ്മൾ രണ്ടാമത്തെ കോളം ആക്കി എഴുതി 4 5 6. ഇനി മൂന്നാമത്തെ റോ 7 8 9നെ നമ്മൾ മൂന്നാമത്തെ കോളം ആക്കി എഴുതുന്നു 7 8 9. ഓർഡറിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇനി നമ്മളിപ്പോ റോയിനെ എല്ലാം കോളം ആക്കുവാണ് ചെയ്തത്. നിങ്ങളൊന്ന് നോക്കിയേ, കോളം എല്ലാം റോ ആയില്ലേ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നമ്മൾ ചെയ്തത് റോയിനെ എല്ലാം കോളം ആക്കുക ചെയ്തത്. പക്ഷെ ഈ ആൻസറിൽ എ ട്രാൻസ്പോസില് കോളം എല്ലാം കഴിഞ്ഞതിലെ റോ അല്ലായിരുന്നോ? ഒന്ന് നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന കോളം ഏതാ? 1 4 7 ആയിരുന്നു ആദ്യത്തെ കോളം. ഇവിടുത്തെ ആദ്യത്തെ റോ ഏതാ? 1 4 7. പക്ഷെ നമ്മൾ ചെയ്തത് എന്താ? നമ്മൾ റോയിനെ കോളം ആക്കേ ചെയ്തുള്ളൂ. പക്ഷെ ട്രാൻസ്പോസ് ആയപ്പം കോളം റോ ആയിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടെ ചെയ്യണ്ട, എളുപ്പം റോയിനെ കോളം ആക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം ആക്കുക, സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം ആക്കുക, തേർഡ് റോയിനെ തേർഡ് കോളം ആക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി ഞാനൊരു മെട്രിക്സ് തരാം. ഡൗട്ട് ഉണ്ടോ അൽബീറ്റ? ഡൗട്ട് ഉണ്ടോ അൽബീറ്റ? ഇല്ല മിസ്, കേക്കത്തില്ലേ? ഇല്ല ഇല്ല. ഓക്കെ, ശരി. ഓക്കെ, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ തരുവാണ്. മെട്രിക്സ് ഇതാണ്: 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് പറയാം. ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് പറയാം. കിട്ടിയോ മുംതാസ്? ഇങ്ങനെ കിട്ടിയോ? അൽബീറ്റ കിട്ടിയോ? അൽക്ക, അശ്വതി കിട്ടിയോ? ഇങ്ങനെ ഓക്കെ. ഓർഡർ, അതായത് നമ്മൾ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നേരത്തെ നമ്മൾ ഒരു 3x3 മെട്രിക്സ് ആണ് ചെയ്തത്. അപ്പൊ ഓർഡർ മാറിയാലും 3x3 തന്നെ വരത്തുള്ളൂ. ഇവിടെ ബി 4x2 ആണ്, ബി കോംപ്ലിമെന്റ്.
സോറി ബി ട്രാൻസ്പോസ് 2/4 ആണ്. ബി 4/2 ആണ്. ബി ട്രാൻസ്പോസ് 2/4. അപ്പൊ ഓർഡർ m/n ആണെങ്കിൽ ട്രാൻസ്പോസിന്റെ ഓർഡർ n/m ആയിട്ട് തിരിയും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഒരു പ്രോപ്പർട്ടി. ഇഫ് ദി ഓർഡർ ഓഫ് എ ഈസ് m/n, then the order of A transpose is equal to n/m. ഓക്കെ ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതെല്ലാം സോൾവ് ചെയ്യാനായിട്ടാണ് എക്സാമിന് ചോദിക്കുക. എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. അതായത് നമ്മള് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്നും കൂടെ ട്രാൻസ്പോസ് ചെയ്ത എ തന്നെ കിട്ടത്തില്ലേ? നോക്കിയേ, 1 2 3 4. ഇതിന്റെ ട്രാൻസ്പോസ് എന്താ? ഇത് എ ആണെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എന്താ? 1 2. ഇപ്പോഴോ? ഇപ്പൊ കേക്കാവോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. എ ട്രാൻസ്പോസ് 1 2 3 4 1 3 2 4 എന്ന് കിട്ടും. ഈ എ ട്രാൻസ്പോസിനെ ഒന്നും കൂടെ ട്രാൻസ്പോസ് ചെയ്താൽ എന്ത് വരും? എ ട്രാൻസ്പോസിനെ ഒന്നും കൂടെ ട്രാൻസ്പോസ് ചെയ്താൽ 1 3 ആദ്യത്തെ കോളം ആയിട്ട് വരും, 2 4 അടുത്ത കോളം ആയിട്ട് വരും. ഇത് എ തന്നെ അല്ലേ? അപ്പൊ എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, എ പ്ലസ് ബി ദി ഹോൾ ട്രാൻസ്പോസ്. എ പ്ലസ് ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ പ്ലസ് ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. പ്രോപ്പർട്ടി ആണ്, ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ കെ എ ദി ഹോൾ ട്രാൻസ്പോസ്. കെ എ, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, എനി സ്കെയിലാർ കോൺസ്റ്റന്റ് കെ. ഇപ്പൊ 5a ദി ഹോൾ ട്രാൻസ്പോസ് എന്നൊക്കെ പറയുന്ന പോലെ കെ ഇൻറ്റു എ ഹോൾ ട്രാൻസ്പോസ് ചെയ്താൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും കിട്ടുന്നത്. കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. കെ എ ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. അതുപോലെ നമുക്ക് ഇനി പറയാൻ പോകുന്ന റൂള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് റൂൾ. എ ബി ഇൻറ്റു ആണ് കേട്ടോ, എ ഇൻറ്റു ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, very important rule, a into b the whole transpose is equal to b transpose into a transpose. തിരിഞ്ഞു, എ ബി ഹോൾ ട്രാൻസ്പോസ് ചെയ്തപ്പം അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിട്ട് തിരിഞ്ഞു വന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എ ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ബാക്കിയെല്ലാം ഒബ്വിയസ് ആണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എ ബി ദി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ ഇല്ലസ്ട്രേഷൻ 2021 പേജ് നമ്പർ 149 പേജ് നമ്പർ 149 ഇല്ലസ്ട്രേഷൻ 2021 22 എ 22 എ ഇത്ര എണ്ണം ഹോംവർക്ക് ആണ്. 22 ഇല്ലസ്ട്രേഷൻ 22 ബി നമുക്ക് ഇപ്പൊ ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 2021 22 എ, അതായത് 3a ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 3 ഇൻറ്റു എ കോംപ്ലിമെന്റ്. അത് 3 എണ്ണം ഹോംവർക്ക് ആണ്. ബി നമുക്ക് 22 ഇല്ലസ്ട്രേഷൻ ബിയില് 22 ബി നമുക്ക് ഇപ്പൊ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ മെട്രിക്സ് A is given by 1 3 minus 1 4 and B is given by 2 1 3 4 2 1 3 4. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് എ ബി ദി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു ബി കോംപ്ലിമെന്റ് ഇൻറ്റു എ കോംപ്ലിമെന്റ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എ ബി കണ്ടുപിടിക്കണം. എ ഇൻറ്റു ബി മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് കിട്ടുന്ന ആൻസറിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടും. എ ഇൻറ്റു ബി ആദ്യം ചെയ്യണം, എന്നിട്ട് ആ ആൻസറിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഈ കോംപ്ലിമെന്റ് വേറെ ഒരെണ്ണമാണ്, ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ബിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ബിയുടെ ട്രാൻസ്പോസ് എന്താ? പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു
2 1 3 4 ഇതാണ് ബി ട്രാൻസ്പോസ് അല്ലേ? ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം ആക്കി 2 1 3 4 ഇതാണ് ബി ട്രാൻസ്പോസ്. പിന്നെ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ ട്രാൻസ്പോസ് എന്താ? 1 3 -1 4. ഇവരെ തമ്മിൽ ഇൻഡു ചെയ്യണം. ഇവരെ തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും എ ബി ചെയ്തതിന് ശേഷം അതിന്റെ കോംപ്ലിമെന്റ് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരറ്റം തൊട്ട് ചെയ്തേ. ആദ്യം എ ഇൻറ്റു ബി ചെയ്ത് ആൻസർ പറഞ്ഞേ. എ ഇൻറ്റു ബി കണ്ടുപിടിച്ചേ. മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ആദ്യം ചെയ്തേ. എ ബിയുടെ ആൻസർ ചെയ്തിട്ട് എന്നോട് പറയാം. എ ഇൻറ്റു ബി ചെയ്തോ? മുംതാസ് കിട്ടിയോ? എ ഇൻറ്റു ബി കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. 11 13 10 15 ആണ്. 11 13 10 15 കറക്റ്റാ. പഠിച്ചല്ലോ. 11 13 10 15 ഇതാണ് എ ബി. ഇനി എ ബിയുടെ കോംപ്ലിമെന്റ് എ ബിയുടെ ട്രാൻസ്പോസ് എന്താ? 11 10 11 10 13 15. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എ ബി ഹോൾ കോംപ്ലിമെന്റ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യണം? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യണം. ഒന്ന് ഇൻറ്റു ചെയ്തേ. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എന്നിട്ട് എത്ര കിട്ടുന്നു എന്ന് പറഞ്ഞേ. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ സോറി, ഞാൻ ഫുൾ ഇറേസ് ചെയ്തു. അണ്ടു. വെരി ഗുഡ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്ര കിട്ടുന്നു എന്ന് എന്നോട് പറയാം.
വരും. B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് 11, 10, 13, 15 കിട്ടും. 13, 15 കിട്ടും. ഇതാണ് നമ്മളുടെ RHS. Therefore, LHS equal to RHS. Hence proved. Okay. ഇത്രയാണ് നമുക്ക് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ട്രാൻസ്പോസിനെ ബേസ് ചെയ്ത് നമ്മൾ മെട്രിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആണെങ്കിൽ അതിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടുവാണെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഇസ് കോൾഡ് എ സിമെട്രിക് മെട്രിക്സ്. അതേസമയം A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -A ആണെങ്കിൽ, A ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്കും എയിലെ എലമെന്റ്സിലെല്ലാം ഒരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ചാൽ A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആണ്. സ്ക്യൂ സിമെട്രിക് ഇസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു -A. അപ്പൊ സിമെട്രിക്കിന് ഞാനൊരു എക്സാമ്പിൾ തരാം. ഞാൻ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരാം. അതിന്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിക്കാം. -1, 2, 3, 2, 7, -5, 3, -5, 4. ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ചേ. -1, 2, 3, 2, 7, -5, 3, -5, 4. ഇങ്ങനെ കിട്ടിയോ? ഇത് എന്ത് തന്നെയാണ്? A തന്നെ ആണ് അല്ലെ? അപ്പൊ A ട്രാൻസ്പോസ് ഈക്വൽ ടു A. അതുകൊണ്ട് ദിസ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് ഒരു എക്സാമ്പിൾ തരാം, ഒന്ന് ചെയ്ത് നോക്കിയേ. A is equal to matrix 0, 1, -3, -1, 0, 5, 3, -5, 0. ഇതിന്റെ A ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ചേ. -1, -3, -1, 2, 5, 3, -5, 6. ഇവിടെ എന്താ സംഭവിച്ചേ? എനെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ അല്ലേ കിട്ടുന്നത്? എയിലുള്ള എല്ലാ എലമെന്റിനെയും ഇൻറ്റു -1 ചെയ്താൽ ഇത് കിട്ടത്തില്ലേ? അപ്പൊ A ട്രാൻസ്പോസ് ഈക്വൽ ടു -A എന്ന് കിട്ടിയില്ലേ? ഇതിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് പഠിക്കാനുള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അടുത്തോ? ഇല്ല മിസ്, പ്രോബ്ലംസ് ആയിട്ട് അടുത്തില്ല. ഓക്കെ, പ്രോപ്പർട്ടീസിൽ ആദ്യത്തെ പ്രോപ്പർട്ടി സം ഓഫ് ടു സിമെട്രിക് മെട്രിക്സ് ഇസ് സിമെട്രിക്. രണ്ട് സിമെട്രിക് മെട്രിക്സ് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന മെട്രിക്സും സിമെട്രിക് ആയിരിക്കും. രണ്ട് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. പ്രോപ്പർട്ടീസ് ജസ്റ്റ് വായിക്കുക, പഠിക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ദി ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾ 0. കുറച്ചു മുമ്പ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കിട്ടിയില്ലേ? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് 0, 0, 0. ഓക്കെ, അപ്പോ ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾ 0 എന്ന് വെച്ച് ഡയഗണൽ 0 വരുന്ന എല്ലാ മെട്രിക്സും സ്ക്യൂ സിമെട്രിക് ആണെന്ന് നിർബന്ധമില്ല. പക്ഷെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ ഡയഗണൽ 0 ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ദി ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾ 0.
പിന്നെ എ മെട്രിക്സ്, അതായത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ട് ഒരേ ഒരു മെട്രിക്സേ ഉള്ളൂ, അത് സീറോ മെട്രിക്സ് ആണ്. അതായത് എല്ലാ എലമെന്റ്സും സീറോ വരുന്ന മെട്രിക്സ് മാത്രമേ സിമെട്രിക് ആണെന്നും ഒരേ സമയം സിമെട്രിക് ആണെന്നും സ്ക്യൂ സിമെട്രിക് ആണെന്നും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ദെൻ എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് സിമെട്രിക്. എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. ഓക്കെ, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാം. അതായത് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് റെപ്രസെന്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇവിടെ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? സിമെട്രിക് ആണ് അല്ലേ? എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ ആറാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, ഒരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാം. അപ്പോ ഹാഫ് ഹാഫ് ചെയ്യുമ്പോൾ 1 കിട്ടും അല്ലേ? അപ്പോ ഹാഫ് സിമെട്രിക് മെട്രിക്സും ഹാഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കൂടി ചേർന്നതാണ് ഒരു സ്ക്വയർ മെട്രിക്സ്. ഇത്രയാണ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടി. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനാണ് ചോദിക്കുക. ഓക്കെ, അപ്പോ ഇല്ലസ്ട്രേഷൻ 23 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എ പ്ലസ് ബി ചെയ്യുക. എ പ്ലസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിമെട്രിക് ആണെങ്കിൽ എന്താ പ്രത്യേകത? സിമെട്രിക് ആണെങ്കിൽ എന്താ? എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ പ്ലസ് ബി തന്നെ കിട്ടണം. ഓക്കെ, എ പ്ലസ് ബി ആഡ് ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെ കിട്ടുവാണെങ്കിൽ വി കൻ സേ ദാറ്റ് എ പ്ലസ് ബി ഈസ് സിമെട്രിക്. അപ്പൊ ഇല്ലസ്ട്രേഷൻ 23 ഹോംവർക്ക് ആണ്. ഇല്ലസ്ട്രേഷൻ 24ഉം ഹോംവർക്ക് ആണ്. എ തന്നിട്ടുണ്ട്, എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്നിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നും എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നും പ്രൂവ് ചെയ്യാം. അത് ഞാൻ ചെയ്ത് കാണിക്കണോ? ഞാൻ കുറച്ചുകൂടി ടഫ് ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളതിലാണ് ഇരിക്കുന്നത്. ഇല്ലസ്ട്രേഷൻ 25 നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 24 ഹോംവർക്ക് ആണ്. എ ഉണ്ട്, എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ അതേ മെട്രിക്സ് തന്നെ ഉത്തരം കിട്ടിയാൽ ദാറ്റ് ഇസ് സിമെട്രിക്. പിന്നെ എയും എ ട്രാൻസ്പോസും തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ വി കൻ സേ ദാറ്റ് ഇറ്റ് ഇസ് സ്ക്യൂ സിം. അതിന്റെ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ വി കൻ സേ ദാറ്റ് ഇറ്റ് ഇസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ആദ്യം ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിച്ചിട്ട് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ക്ലാസ്സിൽ ചെയ്ത് കാണിക്കാം. ഓക്കെ ഓക്കെ ആണോ? പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ വരുത്താതിരിക്കുക. ഇല്ലസ്ട്രേഷൻ 23 എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസിന്റെ അവിടെ 0, 7, 7, 10 എന്നാണ് കേട്ടോ. 0, 7, 7, 10 0, 7, 7, 10 രണ്ടിലും 0, 7, 7, 10 ആണ്. തിരുത്തിയോ? പിന്നെ ഇല്ലസ്ട്രേഷൻ 24 എ മൈനസ് എ ട്രാൻസ്പോസ് എഴുതിയേക്കുന്നുണ്ടോ? അവിടെ നടുക്കത്തെ സൈൻ മൈനസ് ആക്കണം. പിന്നെ അതിന്റെ ആൻസറില് ആദ്യത്തെ കോളത്തില് 0, 2, 0, 2 അല്ല 0, ലാസ്റ്റത്തെ 0 ആണ്. അതായത് A31 is 0, 0, 2, 0 കോളത്തിൽ 0, 2, 0 നോക്കണം. ഓക്കെ, കറക്റ്റ് ചെയ്തോ? ഓക്കെ, ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 25 ആണ് ചെയ്യേണ്ടത്. ഇല്ലസ്ട്രേഷൻ 25. Illustration 25. Express A is equal to A 1, 2, 3,
0 1 0 1 1 0. ഇത് എക്സാമിന് ചോദിക്കും, മാർക്ക് ചെയ്തിടണം. എക്സ്പ്രസ് എ ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ്. അപ്പൊ ഇത് എന്ത് തരം മെട്രിക്സ് ആണ്? ഇതിന്റെ ഓർഡർ എത്രയാ? 3x3 മെട്രിക്സ് ആണ്. അതായത് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലെ? അപ്പൊ ഒരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? എ സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 1/2 into A plus A transpose plus 1/2 into A minus A transpose. ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതുന്നത്. ആണല്ലോ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം A ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. A ട്രാൻസ്പോസ് എത്രയാ? 1 2 3 0 1 0 1 1 0. ഇതാണ് A ട്രാൻസ്പോസ്. ഓക്കെ. ഇനി A പ്ലസ് A ട്രാൻസ്പോസും A മൈനസ് A ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. A പ്ലസ് A ട്രാൻസ്പോസും A മൈനസ് A ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. ഒന്ന് പറഞ്ഞേ, കണ്ടുപിടിച്ച്. A പ്ലസ് A ട്രാൻസ്പോസും A മൈനസ് A ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. എത്ര വരും A പ്ലസ് A ട്രാൻസ്പോസ് ചെയ്യുമ്പോ? 1 plus 1 2. 2 ഇവിടെ 2 2 2 1. അൽബീറ്റനെ അവിടെ ആരാ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നേ? അൽബീറ്റ അവിടെ ചിരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാണോ? വാർത്ത പറഞ്ഞോണ്ട് വന്ന വിമാനം പോയ വാർത്ത. 410 410. അപ്പൊ അൽബീറ്റേനെ നമ്മള് ഒരു വിമാനത്തെ കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. അൽബീറ്റയുടെ ശ്രദ്ധ മാറിപ്പോയ വിമാനം ഉരുണ്ടുപടിച്ച് താഴെ വീഴും. A പ്ലസ് A ട്രാൻസ്പോസ് കിട്ടിയോ? ഇങ്ങനെ കിട്ടിയോ? A മൈനസ് A ട്രാൻസ്പോസോ? ചെയ്തേ, വേഗം ചെയ്തേ. ചെയ്യാൻ വലിയ പാടാണോ? അല്ല, എനിക്ക് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. മൈനസ് ചെയ്യാനും ആഡ് ചെയ്യാനും ഞാൻ ഇന്നലെ പഠിപ്പിച്ചതാ. ചെയ്ത് പഠിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞതാ. ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും. ഞാൻ ഇൻഡു അല്ല. A മൈനസ് A ട്രാൻസ്പോസ് ചെയ്യണം. A മൈനസ് A ട്രാൻസ്പോസ് ചെയ്യുമ്പോ എത്ര കിട്ടും? അൽക്ക കിട്ടുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അൽക്കയുടെ. പറഞ്ഞോ 0 2 2 -2 0 -1. പിന്നെ ലാസ്റ്റത്തെ റോ എത്രയാ? സോറി ഇതല്ല. ഒരു മിനിറ്റ്. ഒറ്റ മിനിറ്റ്. പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. A മൈനസ് A ട്രാൻസ്പോസ്. A മൈനസ് A ട്രാൻസ്പോസ് എത്ര കിട്ടുന്നത്? 0 2 2 -2 0 0 0 0 ഉണ്ടോ? -2 0 -1 -2 0 -1 -1. ലാസ്റ്റ് എത്രയോ?
-2 -2 1 1 0. -2 1 0. ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യുന്നത്? 1/2 into A plus A transpose plus 1/2 into A minus A transpose. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോ A equal to 1/2 into A plus A transpose plus 1/2 into A minus A transpose. അപ്പോ 1/2 into A transpose 1/2 into A minus A transpose ചെയ്യണം. അപ്പൊ നമുക്ക് A is equal to A plus A ട്രാൻസ്പോസിലെ എല്ലാ എലമെന്റിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാ എലമെന്റിനെയും 1/2 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാരും. A plus 2 into 1/2 1. 2 into 1/2 1. അങ്ങനെ 1 1 2 1 1 1/2 2 1/2 0. ഇങ്ങനെ കിട്ടിയോ? A plus A ട്രാൻസ്പോസ് ചെയ്തപ്പോ അത് പ്ലസ് 1/2 into A minus A ട്രാൻസ്പോസ് 1/2 into A minus A ട്രാൻസ്പോസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 0 1 0 1 1 0 1 1 ഇങ്ങനെ തന്നെയല്ലേ? -1 0 -1 0 0 1 1 1 1 0 1/2 -1/2 -1/2 -1 -1 -1 1/2 0. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? 1 1 2 3 0 0 1 1 0 0 1 1 1 1 0. ഇതെന്താന്നൊന്ന് നോക്കി. ഇത് ഏത് മെട്രിക്സ് ആണെന്നൊന്ന് നോക്കി. A ആണ് അല്ലെ? അപ്പൊ Aനെ നമ്മൾ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതി. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കണ്ടോ? ഡയഗണൽ എന്താ? 0. ഡയഗണൽ കണ്ടോ? എല്ലാ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ Aനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കില് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 1/2 into A minus A ട്രാൻസ്പോസില് 1/2 into A minus A ട്രാൻസ്പോസില് ആൻസറില് രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ് എത്രയാ? ടെക്സ്റ്റ് ബുക്കിൽ എത്രയാ തന്നിരിക്കുന്നത്? 1/2 into A minus A ട്രാൻസ്പോസില് ആൻസറിന്റെ അകത്ത് രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ് A 2 3 1/2 നമുക്ക് എത്രയാ കിട്ടിയത്? A minus 1/2 അല്ലേ? -1/2 into A minus A ട്രാൻസ്പോസില് A 2 3 രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ്. 1 സെക്കൻഡ് ഇപ്പൊ വരാവേ. നല്ല രസം. എന്റെ അനിയൻ ഒരു കോള് വന്നോ? എന്റെ ഫോണിലാ വന്നപ്പോ ഞാൻ നോക്കാൻ പോയത്. ഓക്കെ, എന്താ അവിടെ മിസ്റ്റേക്ക്? കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചില്ലേ?
By Text- answer. ടെക്സ്റ്റ് ബുക്കില് 1/2 into A minus A ട്രാൻസ്പോസിന്റെ ഉത്തരത്തില് മൂന്നാമത്തെ കോളത്തിലെ രണ്ടാമത്തെ എലമെന്റ് എന്താ 1/2 ആണ്. മൂന്നാമത്തെ കോളത്തിലെ രണ്ടാമത്തെ എലമെന്റ് എന്താ കിട്ടിയിരിക്കുന്നത്? Minus അപ്പൊ -1/2 ആണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ചെയ്യാം. -1/2 എന്ന് കറക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുമ്പോ നിങ്ങൾ ഇതേ മിസ്റ്റേക്ക് വീണ്ടും വരുത്തി വെക്കും. ഓക്കെ, ക്ലിയർ ആയോ? Yes. ഓക്കെ, ഇപ്പോ നമ്മളുടെ മേജർ പോർഷൻ ഇന്നത്തേത് കഴിഞ്ഞു. ഇനി ഡിറ്റർമിനന്റിന്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ ഇന്ന് പഠിപ്പിക്കും. ഡിറ്റർമിനന്റ് ഒരു വലിയ ഏരിയ ആണ്. നല്ല അധികം കൺഫ്യൂഷൻ ആണ് അത് പഠിക്കാൻ. അത് ഞാൻ മുൻകൂട്ടി പറയുവാണ്. നാളെ ഒരു ദിവസം ഇരുന്ന് ഈ സെറ്റിന്റെ, അതായത് മെട്രിക്സിന്റെ ചാപ്റ്റർ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം നല്ല തറവാണെങ്കിലേ ഡിറ്റർമിനന്റ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. എല്ലാ ക്വസ്റ്റിനും ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് പഠിക്കണം. പ്രാക്ടീസ് പ്രോബ്ലം പുറകില് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിറ്റർമിനന്റ് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ. ഡിറ്റർമിനന്റ് മനസ്സിലാവാൻ കുറച്ച് പാടാണ്. നിങ്ങൾ ബാക്കി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കാനും പാടാണ് ഡിറ്റർമിനന്റ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഈ പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടേ വരാവുള്ളൂ. ഓക്കെ, ഡിറ്റർമിനന്റിൽ ഏറ്റവും എളുപ്പമുള്ള രണ്ടെണ്ണമാണ് 1/1 മെട്രിക്സിന്റെയും 2/2 മെട്രിക്സിന്റെയും. അത് മാത്രം നമ്മളിപ്പം നോക്കും. ഇനി 2 മിനിറ്റ്സിൽ മീറ്റിംഗ് എൻഡ് ആവും. ഞാൻ അടുത്ത ലിങ്ക് അയച്ചു തരാം. എനിവേ ഹെഡിങ് എഴുതി വെച്ചോ, ഡിറ്റർമിനൻസ്. നമ്മള് 1/1 അല്ലെങ്കിൽ മെട്രിക്സ് ഓഫ് ഓർഡർ 1ന്റെയും മെട്രിക്സ് ഓഫ് ഓർഡർ 1ന്റെയും മെട്രിക്സ് ഓഫ് ഓർഡർ 2ന്റെയും 2/2 1/1ഉം 2/2ഉം മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ 1/1 ആണ്. 1/1ഉം 2/2ഉം മെട്രിക്സിന്റെ ഓർഡർ. നമുക്ക് സ്ക്വയർ മെട്രിക്സിന്റെ മാത്രമേ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1/1ന്റെയും 2/2ന്റെയും നമ്മൾ ഇപ്പൊ പഠിക്കും. എളുപ്പമാണ്. 3/3 മെട്രിക്സിന്റെ സ്ക്വയർ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമുക്ക് മറ്റന്നാളത്തെ സെഷനിൽ പഠിക്കാം. മറ്റന്നാള് ഞാൻ എത്ര മണിക്കാ ക്ലാസ് പറഞ്ഞു? ടൈം മാറ്റം ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കി വരണേ. ഓക്കെ, നാളെ ക്ലാസ് ഇല്ല. സൺഡേ. നാളെ ക്ലാസ് ഇല്ല. നാളെ ഇരുന്ന് ഈ ടോപ്പിക് നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചിട്ട് വരണം. നാളെ കുത്തിയിരുന്ന് പഠിക്കണം. നാളെ വേറെ ഒന്നിനും പോയേക്കരുത്. ഇത് നന്നായി ചെയ്ത് പഠിച്ചിട്ടേ വരാവുള്ളൂ. ഇല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഒന്നും മനസ്സിലാകത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ അടുത്ത ലിങ്ക് അയക്കാം. 1 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പൊ കുറച്ചു നേരം നിങ്ങൾ റെസ്റ്റ് ചെയ്തോ. അപ്പത്തേക്ക് ഞാൻ പോയി ഫോണൊക്കെ എടുത്തിട്ട് വന്ന് ലിങ്ക് അയക്കാം.